കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ തേടി പ്രത്യേക അന്വേഷണ സംഘം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും വിശദമായി പരിശോധിക്കും. രാവിലെ 9 മണി മുതൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ ബന്നാർഘട്ടയിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ദീപക് മോഹൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ദീപക് ബോറിംഗ് ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നത്. ഇന്നിപ്പോൾ സംസ്കാരം നടക്കും. പൊതുദർശനമുണ്ട് അതിനു മുൻപ്. ഒപ്പം അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഗുഡ് മോർണിംഗ് കീർത്തന. ഞാനിപ്പോൾ നിൽക്കുന്നത് CJ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശിവാജി നഗറിലെ ബൗറിംഗ് ആശുപത്രിക്ക് മുൻപിലാണ്. ഈ ആശുപത്രിയിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് CJ റോയിയുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. ഈ വാഹനത്തിലാണ് CJ റോയിയുടെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്നാർഘട്ടയിലുള്ള കാസ്കേഡ് കൺവെൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ദൂരത്തിൽ കാസ്കേഡ് സെന്ററിലേക്ക് ഉണ്ട്. അവിടെയാണ് പൊതുദർശനം നടക്കുക. രാവിലെ 8 മണി മുതൽ പൊതുദർശനം ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അല്പം വൈകാനാണ് സാധ്യത. 8 മണിയോടുകൂടി അവിടെ പൊതുദർശനമുണ്ട്. 8 മണി മുതൽ 2 മണി വരെ പൊതുദർശനം. അവിടെ നിന്ന് ഈ കാസ്കേഡ് സെന്ററിൽ, അതായത് റോയിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കോൺഫിഡന്റ് കാസ്കേഡ് സെന്ററാണ്. ഒരു കൺവെൻഷൻ 3 സ്റ്റാർ ഹോട്ടലാണ്, റിസോർട്ട് മേഖലയാണ്. അവിടെയാണ് പൊതുദർശനം ഉണ്ടാകുക. ഈ വാഹനത്തിലാണ് റോയിയുടെ ഭൗതിക ദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അവിടെ പൊതുദർശനം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബന്നാർഘട്ടയിലുള്ള സെന്റ് ജോർജ് ദേവാലയത്തിൽ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷമായിരിക്കും തിരികെ കാസ്കേഡ് സെന്ററിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇന്നത്തേക്കാണ് പിന്നീട് സംസ്കാരം ചടങ്ങുകൾ മാറ്റിവെച്ചത്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണ ചുമതല. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ, റിച്ച്മോണ്ട് സർക്കിളിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി കൂടുതൽ പരിശോധന നടത്തി. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കീർത്തന, ഓക്കെ. രാവിലെ 9 മണി മുതൽ നിലം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ബന്നാർഘട്ടയിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.